ഇടുക്കി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന വാഹനം മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയി എന്നുള്ളതാണ്. ട്രാവലറാണ് ഒഴുകിപ്പോയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കനത്ത മഴയായിരുന്നു ആ മേഖലയിൽ. ആ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോഴാണ് നിർത്തിയിട്ടിരുന്ന ട്രാവലർ ഇപ്പോൾ ഒഴുകിപ്പോയിരിക്കുന്നത്. കൂട്ടാറിൽ SBIക്ക് മുൻപിൽ ആയിരുന്നു ഈ ട്രാവലർ നിർത്തിയിട്ടിരുന്നത്. മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ അതിൽപ്പെട്ട് ട്രാവലർ ഒഴുകിപ്പോവുകയായിരുന്നു. ഈ വാഹനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. രാഹുൽ വിജയനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ പെയ്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് കൂട്ടാറിൽ ഇത്തരത്തിലൊരു ട്രാവലർ ഒഴുകി പോയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭീകരത നിറഞ്ഞ ദൃശ്യങ്ങളാണ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആ വാഹനത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒരു പാലമാണ്, പാലം കരകവിഞ്ഞ് ഒഴുകി ആ പാലത്തിൽ നിന്ന് ആ വാഹനം താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യുന്നത്. കൂട്ടാർ SBI ബാങ്കിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന വാഹനമാണ്. അത്രത്തോളം വെള്ളം കയറിയെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വാഹനം ഒഴുകിക്കൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ. പല സ്ഥലത്തും ഇതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലായിരുന്നു. ശക്തമായ രീതിയിൽ തന്നെ ഇന്നലെ രാത്രിയിൽ ഏകദേശം 11 മണി മുതൽ പുലർച്ചെ 4 മണി വരെ മഴ പെയ്തിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതെല്ലാം എന്ന് നിസ്സംശയം പറയാനും കഴിയും. എന്തായാലും ആ ട്രാവലർ താഴേക്ക് ഒഴുകിപ്പോയി അവിടെ ഒരു ഭാഗത്ത് തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ട്രാവലർ കരയ്ക്ക് കയറ്റുന്നതിനടക്കമുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആ വാഹനത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും ആശ്വാസകരമായ കാര്യവുമാണ്. രാഹുലെ, മറ്റൊരു കാര്യം, അവിടെ ഈ ട്രാവലറിന്റെ ദൃശ്യങ്ങളൊക്കെ പകർത്താൻ മൊബൈൽ ഫോണുമായി നിൽക്കുന്ന നിരവധി പേരെ കാണുന്നു. ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ട വീട്ടുടമയാണെങ്കിലും പെട്ടെന്നാണ് കണ്ണടച്ച് തുറക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്കൊക്കെ ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടില്ലേ? മുൻപ് തൊട്ട് തന്നെ നൽകുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കുമളി എന്ന് പറയുന്ന സ്ഥലത്താണ്. കുമളിയിൽ ഇന്നലെ ഈ കാണുന്ന പ്രദേശത്തൊക്കെ വെള്ളം കയറി, പൂർണ്ണമായിട്ടും വീടിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി വെള്ളം എത്തിയതാണ്. ഇവിടെയാണ് ഇന്നലെ ആളുകൾ കുടുങ്ങിക്കിടക്കുകയും അവിടെ രക്ഷാപ്രവർത്തനത്തിലൂടെ ഫയർഫോഴ്സ് മാറ്റുകയൊക്കെ ചെയ്ത് ഇപ്പോൾ എന്തായാലും ഈ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ റോഡ് ഉൾപ്പെടെ ക്ലിയർ ചെയ്യുന്ന നടപടിയിലാണ് ഈ ആളുകളുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കണം. എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നായിരുന്നു കേട്ടോ ഈ വെള്ളമൊക്കെ കയറിയത്. 10:10 വെള്ളം കയറാം. അരമണിക്കൂർ എടുത്തുള്ളൂ വെള്ളം കയറാൻ. അതുപോലെ ഈ സമീപ നാടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ടുണ്ട്? ഇല്ല 2018 വന്നതായിരുന്നു, പിന്നെ വന്നിട്ടില്ല. വീടുകളിലൊക്കെ കാര്യമായിട്ട് വെള്ളം കയറിയാണ്. 2018 വെള്ളം വന്നാൽ അതിന് വെള്ളം വന്നിട്ടില്ല. ഇത് അരമണിക്കൂർ കൊണ്ട് വെള്ളം കയറി. ഞാൻ തിന്നാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഓർത്ത് മഴ മാറുമ്പോഴത്തേന് കയറി വരാമോ എന്ന് പറഞ്ഞപ്പോഴത്തേന് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പെരക്കകത്ത് വെള്ളം കയറി. അരമണിക്കൂർ നേരം. അതാണ്, അത്ര പെട്ടെന്ന് വെള്ളം ഒഴുകി കയറുന്ന അല്ലെങ്കിൽ തോടുകളൊക്കെ കരകവിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൃത്യമായ ജാഗ്രത പാലിക്കണം. ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുഴയെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇതൊരു ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയൊക്കെ പൂർണ്ണമായിട്ടും ഇന്നലെ വെള്ളത്തിനടിയിലായി പോയി. അതാണ് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. കുമളിയിൽ തോട് കരകവിഞ്ഞ് ഒരു വീടിന്റെ അകത്ത് ആളുകൾ കുടുങ്ങിപ്പോയി എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ആളുകളുടെ വീടാണ്. ഈ വീട്ടിലാണ് ഇന്നലെ ഈ ആള് കുടുങ്ങിപ്പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ ഇന്നലെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അല്ലേ ഏട്ടാ? ഇന്നലെ നിങ്ങളാണോ ഈ വീട്ടിൽ കുടുങ്ങിപ്പോയത്? സംഭവിച്ചത് വെച്ചാൽ സെക്കൻഡ് കൊണ്ട് വെള്ളം കയറി പോന്നു. വെള്ളം കയറി പോന്നു. ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ലാതെ പോയി. അവസാനം വീട് തന്നെ കഥ കടഞ്ഞു പോയി. പിന്നെ വീടിനകത്ത് പാമ്പ് കയറിയപ്പോൾ ഈ കുട്ടികളുമായിട്ട് വെളിയിൽ രക്ഷപ്പെടാൻ പറ്റാതെ അങ്ങ് പോയി. എങ്ങനെ എന്നിട്ട് രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സും പോലീസും പാർട്ടി CPM-ലെ ദേവസ്യ സഖാവ് അവരെല്ലാം കൊണ്ട് രക്ഷപ്പെടുത്തിയിരുന്നു. എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 4 പേര്. അതാണ് ഈ 4 പേര് ഇന്നലെ പിടിച്ചു പോയത്. ഇന്നലെ വെള്ളം കയറി, പാമ്പും വന്നു. രക്ഷിക്കാൻ വന്ന ആളുകള് ഫയർഫോഴ്സ് വന്നു. അതാണ് ഈ വീടിനകത്ത് കാണുന്ന പോലെ തന്നെ മുഴുവൻ ചെളി കയറി നിറഞ്ഞിരിക്കുകയാണ്. മുഴുവനായിട്ടും ഇങ്ങനെ ചെളി നിറഞ്ഞിരിക്കുന്നു. സാധനങ്ങളൊക്കെ ഒരുപാട്
പോയ പോലെ ഒക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. കുറച്ച് നേരത്തേക്കെങ്കിലും വലിയ ഒരു ഭയപ്പാടിലേക്ക് ഇവർ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ കണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്നുള്ളതാണ് ഇവരെല്ലാം പറയുന്നത്. ഇതിനകത്ത് പാമ്പൊക്കെ കയറിയപ്പോൾ വലിയ പേടിയായി എന്നാണ് ഈ കുട്ടികൾ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണോ? ഇന്നലെ 2 പാമ്പ് അകത്ത് കയറിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര ഇതായിരുന്നു. അതിനിടയ്ക്ക് ഭയങ്കര ഒഴുക്കുമായിരുന്നു. അതിൽ CPM ദേവസ്യ സഹാവങ്കളായിരുന്നു ഞങ്ങളെ വന്ന് രക്ഷിച്ചത്. ഇവിടുന്ന് എല്ലാം അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോയത് അങ്കളായിരുന്നു. അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. ഇതൊരു ശാന്തമായ അന്തരീക്ഷമാണ്. മഴയൊക്കെ മാറി നിൽക്കുകയാണ്. കണ്ടാൽ പേടിയൊന്നും തോന്നില്ല. ഈ തോടൊക്കെ വെള്ളമൊന്നും ചെറിയ രീതിയിലാണ് ഒഴുകുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് അത് വളരെ ഭയാനകമായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ശരി രാഹുൽ, കൂടുതൽ ദൃശ്യങ്ങൾ ഒപ്പം മഴക്കെടുതിയുടെ മറ്റു വിവരങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.